ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഉത്ഥാനത്തിൻ്റെ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും വരദാനങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. എത്രയോ വലിയ അനുഗ്രഹമാണ് യേശുവിൻ്റെ ഈ ഉത്ഥാന തിരുനാളിൻ്റെ ദിവസം നമുക്കിങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കാനായെന്ന്. ഇത്രയും നാൾ ഈ ഒരു നല്ല ദിനത്തിനു വേണ്ടി നാം ഒരുങ്ങുകയായിരുന്നു, ആത്മീയമായും അതേപോലെ തന്നെ ഉപവാസത്തോടെ ശാരീരികമായും. അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ഉത്ഥാനം ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുക, ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യം ആദ്യമായി ലഭിക്കുന്നത് പാപിനിയായി ജീവിച്ചിരുന്ന മഗ്ദലേനായിലെ മറിയത്തിലാണ്. അവൾ പുലരിയാകുന്നതിന് മുൻപ് ആ പ്രഭാതത്തിൽ വീണ്ടും ആ കല്ലറയെങ്കിൽ വന്നത് അല്പനേരം തൻ്റെ സങ്കടവും സഹനവുമെല്ലാം കരഞ്ഞ് തീർത്തുകൊണ്ട് ആശ്വാസത്തിനു വേണ്ടിയാണ്. പക്ഷേ അവൾക്ക് അതിശയമായി തോന്നിയത് അതാ ആ കല്ലറയെങ്കിലുള്ള വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. വിശുദ്ധമായ ഒരു സാക്ഷ്യത്തോടുകൂടെ മഗ്ദലേനായിലെ മറിയം അവിടെ അപ്രകാരം കാത്തുനിന്നു. ആ കാത്തുനിൽപ്പിന് വലിയ കൃപയുണ്ടായി. അവളോട് ഉത്ഥിതനായ ക്രിസ്തു ആദ്യമായി ചോദിക്കുക, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നതെന്നാണ്. അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസവും അനുഗ്രഹവുമായി. നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെയും സഹനങ്ങളുടെയും നിമിഷങ്ങളിൽ, രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അവസരത്തിൽ ഉദ്ധിതനായ ക്രിസ്തു കടന്നു വരുന്നു ആശ്വാസത്തിൻ്റെ സാന്നിധ്യവുമായി. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ അവിടത്തേക്കറിയാം. കാരണം പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോയവനാണ് ക്രിസ്തു. കാൽവരിയിലെ കുരിശിൽ അവസാന തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗവും സഹനവും സ്വീകരിച്ചവനാണ് യേശു. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ജീവിത അവസരങ്ങളിൽ ആശ്വാസത്തിൻ്റെ സാന്നിധ്യമായി ക്രിസ്തു കടന്നു വരും എന്നുള്ള ഉറപ്പുണ്ട്. അതാണ് മറിയത്തിന് അനുഗ്രഹമായിട്ട് ലഭിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്ന ആ സഹോദരന്മാരുടെ കൂടെ കർത്താവ് സഹചാരിയായി കടന്നു ചെല്ലുന്നു. പക്ഷെ അവരുടെ കണ്ണുകൾ അപ്പോഴും അന്ധമാണ്. അവർക്ക് വചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അവസാനം അപ്പം മുറിച്ചുകൊണ്ട് അവർക്ക് വെച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. നമ്മുടെയും ജീവിതത്തിൽ, നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ ഒറ്റപ്പെടലിൻ്റെ അവസരങ്ങളിൽ, അനുഭവങ്ങളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കടന്നു വരുമെന്നുള്ള ഓർമ്മയാണത്. അങ്ങനെ നമ്മെയും അനുധാവനം ചെയ്ത് നമ്മുടെയും ജീവിതയാത്രയിൽ സഹചാരിയായി ക്രിസ്തു കടന്നു വരും. അവിടുന്ന് നമ്മെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൽ പത്രോസും കൂട്ടരും പണ്ടെങ്ങോ ഉപേക്ഷിച്ചു കളഞ്ഞ ആ വഞ്ചിയും വലയും എടുത്ത് തീരത്തു നിന്ന് തിരകളെ മുറിച്ച് വീണ്ടും ആഴക്കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്നു. പക്ഷേ ആ രാത്രിയിലുള്ള അവരുടെ അനുഭവം വളരെ ഹൃദയഹാരിയായി വിവരിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരം അനുഭവമുണ്ട്. നമ്മുടെ അധ്വാനങ്ങൾ വിഫലമാകുന്ന അവസരം, നമ്മുടെയും കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും അവസരത്തിൽ അവസാനം വീണ്ടും നിരാശ തോന്നുന്ന നിമിഷങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കൂടെയുണ്ട്. അവിടുത്തെ വാക്ക് കേട്ട് നാം പ്രവർത്തിക്കുമ്പോൾ ശിഷ്യന്മാരുടെ അതേ അനുഭവം നമുക്കുമുണ്ടാകും. വല നിറയെ 153 വലിയ മത്സ്യങ്ങൾ അവർക്ക് പിടിക്കാനായി. നമ്മുടെയും മനസ്സ് നിറയും, നമ്മുടെയും വലകൾ നിറയും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ. അതാണ് ഈ ഉത്ഥാന തിരുനാളിൽ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. മഗ്ദലേനായ മറിയത്തിന് ഉണ്ടായിരുന്ന അതേ അനുഭവം ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും അവസരത്തിൽ എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത ആ ശിഷ്യന്മാരുടെ അനുഭവം നമുക്കുമുണ്ടാകട്ടെ. ക്രിസ്തു നമ്മുടെയും കൂടെ ജീവിതയാത്രയിൽ സഹചാരിയായി കൂടെ നടക്കട്ടെ.
യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ശിഷ്യന്മാരുടെ അനുഭവം നമുക്കും ഉണ്ടാകട്ടെ. നമ്മുടെയും ജീവിതത്തിൻ്റെ അധ്വാനങ്ങളിൽ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഫലം ലഭിക്കുവാൻ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ സ്നേഹമുള്ളവരെ, ഈ ഉത്ഥാന തിരുനാളിൻ്റെ കൃപയും വരദാനങ്ങളും ഒത്തിരി സ്നേഹമോടെ നേരുന്നു. ഹാപ്പി ഈസ്റ്റർ. ഉദ്ധിതനായ നാഥൻ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അവിടുത്തെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും എപ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ.